ഈ കേരളത്തിൽ ഇതേ രീതിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് അറിയണമല്ലോ അത്. ഇത് ഈ നോട്ടത്തിൽ ഇത് ശരിക്കും ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റിലുള്ള ഒരു ഷോപ്പാട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ പിന്നെന്താ പറയുക റിവീൽ ചെയ്യുക എന്താണെന്നുള്ളത്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് ഒരു വ്യക്തി കൂടി പരിചയപ്പെടുത്തും. അതേപോലെ തന്നെ വേറെ സംഭവമുണ്ട്. ഇതിലുള്ള സാധനങ്ങൾ 20 രൂപ മുതൽ തുടങ്ങുകയാണ്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തളൊന്ന് കണ്ടാണേ അതെന്താണ് ഇതിലില്ലാത്ത സാധനം എന്താ ഉള്ളത്? എന്താ ഡിസൈന്. ഇനിയാണ് അതിൻ്റെ ഒരു സംഭവത്തിലേക്ക് മാറണേട്ട്. ചേഞ്ച് ഇപ്പോൾ ഫീൽ ചെയ്യണ്ട. പേര് അബ്ദുൽ കലാം. പിന്നെ പ്രവാസിയായിരുന്നു കേട്ടോ. 20 വർഷം പ്രവാസത്തിന് ശേഷം പിന്നെ നാട്ടിൽ വന്നപ്പോൾ എങ്ങനെ ചിന്തിക്കുകയായിരുന്നു അല്ലേ, ഇങ്ങനെ ഇതിലേക്ക് വന്നോ. അതിൻ്റെ ഇടയിലൊരു സംഗതി പറയാം. ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ വാഹനം മേടിക്കുന്നു, ഇതേ രൂപത്തിൽ സ്വന്തമായിട്ട് ഇയാളെ ഡിസൈൻ ചെയ്ത് ഇൻഡസ്ട്രിയൽ വർക്ക് എല്ലാ സംഗതിയും ചെയ്ത കയ്യറി. ഇപ്പം എങ്ങനെയുണ്ട് ലൈഫ്? അൽഹംദുലില്ലാ. ഞാൻ അതിന് മുമ്പ് ചെറുപ്പത്തിൽ ഞാനൊരു സ്കൂൾ വിട്ട് കുറച്ച് മൂലരായിട്ട് ഓതാൻ പോയിട്ടുണ്ട് ഒരു 4-5 കൊല്ലം. ദർശനം പഠിച്ച ആളാണ്. പഠിക്കാൻ ഞാൻ 6 വരെ പഠിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഈ എക്സ്പീരിയൻസോട് നട്ടി കച്ചവടത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ല, ഇതൊക്കെ എങ്ങനെ കിട്ടി? അത് നമുക്ക് അങ്ങനത്തെ ഈ കരവിരുദ്ധനൊക്കെ എല്ലാത്തിനും കഴിവുണ്ടല്ലോ. എൻ്റെ വീട്ടില് ഇപ്പൊ ഞാൻ കുഴിന്നിട്ട് ഒരു 15-18 കൊല്ലമായിട്ടുണ്ടാവും. ഒരു പുറത്തുനിന്ന് ഒരു പണിക്കാരെ ഞാൻ അടുത്ത് വിളിച്ചിട്ടില്ല. എനിക്കുണ്ട് സാധനങ്ങള് ഇതില് ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെ അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. ജില്ല വിട്ട് കച്ചവടത്തിന് പോകും. ഇതിന് പ്രത്യേകം എന്താ അറിയോ, ഓൺ കോളാണ്. ഓൺ കോൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലെത്തും. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും ഈ വണ്ടിയിലുള്ള എന്ത് എന്തോന്ന് വേഗം പറയും. എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ട്രൗസറുകളുണ്ട്, മാക്സി ഉണ്ട്, ടോപ്പ്, പിന്നെ അടിപ്പാവാട, അങ്ങനെ തുടങ്ങിയിട്ട് ഷാളുകള്, ഫാൻസി ഐറ്റംസ്, ഫുട്വെയർ ഐറ്റംസുകൾ, ബ്ലാങ്കറ്റ് ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, പിന്നെ നല്ല ഫാൻസി ഐറ്റംസുകളുണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 20 ഉറുപ്പ്യ മുതലൊക്കെ ട്രൗസറുകളുണ്ട്. ഏറ്റവും കുറഞ്ഞ മാക്സിലാണ് ഇതൊക്കെ. 150 ഉറുപ്പ്യാണ് മാക്സികൾ. ഈ കലാംബായിൻ്റെ ഫാമിലിയും തന്നെ എനർജറ്റിക് ആണ്. മകനും വെറുതെ ഇരിക്കൂല. SLC കഴിഞ്ഞ ഉടൻ തന്നെ ഇതിനെ സഹായിക്കാൻ മോൻ വരാറുണ്ട് അല്ലേ? ഞാൻ വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ കുറേ മടക്കാനുണ്ടാവും. നല്ല പണിയുണ്ടാവും. അത് ഞാൻ അവിടെ കൊടുത്തിട്ട് കൊടുക്കലാണ്. അത് മടക്കി റെഡിയാക്കലൊക്കെ അതേമാതിരി എൻ്റെ മകനും പിന്നെ വൈഫും കൂടിയാണ്. വീട്ടിലെ സപ്പോർട്ടെല്ലാം ഉണ്ട്. അപ്പം ഇനി ആ മകനെ കാണട്ടോ. വേറെ സംഭവം ഉണ്ട്. ഓന് കിട്ടിയ പൈസക്ക് വാപ്പ എന്തായാലും ചില്ലറ പൈസ കൊടുക്കല്ലോ ഷാവിലെ. മകന് ഒരു ചെറിയ കച്ചവട വീട് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് ഇവിടെ? ഇത് എൻ്റെ കട. ഇത് ഇത്രയും വലിയ കച്ചവടങ്ങൾ ഒരുപാട് കണ്ടുണ്ട്. സാധാരണ ഈ വെക്കേഷനിലൊക്കെ ചെറുകിട കച്ചവടം, ഇത് കുറച്ച് വൻകിട കച്ചവടമല്ലോ. മാഷാ അല്ലാഹ്. എന്തൊക്കെയുണ്ട് ഇവിടെ? ലേസ്, പിന്നെ ചായക്കുള്ള കടികൾ ഉണ്ട്. ചായ കുറച്ച് നേരം, പിന്നെ ഉപ്പിലിട്ടത്, വെള്ളം, ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലേ? കച്ചവടം ഉണ്ടോ? കുഴപ്പമില്ല. പല സൈക്കിളുണ്ട് പറഞ്ഞു. ശരിയാ. മറ്റേ ഇവിടെ വൈകുന്നേരം ആയാലും ഒരു വെള്ളം കിട്ടൂലായിരുന്നു. നമ്മൾ അംസാക്ക ഒരു 4-5 മണിക്ക് അടച്ചു പോകും. കച്ചവടക്ക് അതിന്റെ ഇടയിൽ രാവിലെ രാത്രിയൊക്കെ ആളുകളുണ്ട്. നമ്മളതിനപ്പം അങ്ങോട്ട് ജംഗ്ഷനിൽ പോണ ആളുകളുണ്ട്. താഴേക്ക് ഇറങ്ങാൻ കാരണം നമ്മുടെ സുഹൃത്ത് ഇവിടെ ഉണ്ട്. നമ്മുടെ സുഹൃത്തുണ്ട്. എന്താണ് സാറല്ലേ?